കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാവുകയാണ്. പകൽച്ചൂടിൽ മാലിന്യങ്ങൾക്കടിയിൽ കൂടുന്ന ഇവ വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റത്തും കടകളിലും കൂട്ടമായി എത്തുന്നു. ഇവയുടെ സ്രവങ്ങളിൽ കാണുന്ന പരാതവിര മനുഷ്യരുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകും. ശരീരത്തിൽ കൊണ്ടാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. മഴക്കാലമായതോടെ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ്. കാസർഗോഡ് ജില്ലയിൽ തീരപ്രദേശങ്ങളിലാണ് പലയിടത്തും ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യമുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് പള്ളിക്കര പഞ്ചായത്താണ്. പള്ളിക്കര പഞ്ചായത്തിലെ മൗവലിലാണുള്ളത്. ഇവിടെ വലിയ തോതിൽ ബുദ്ധിമുട്ടാണ് ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ മെമ്പർ തന്നെ ചേരുന്നു. ഷാഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് നിലവിൽ ഈ ആഫ്രിക്കൻ ഒച്ചുമായി ബന്ധപ്പെട്ട നിങ്ങൾ നേരിടുന്ന പ്രശ്നം? ഞങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള പള്ളിക്കര പഞ്ചായത്തിലെ തീരദേശത്തുള്ള ഏകദേശം വാർഡുകളിൽ തന്നെ കൃഷി അതുപോലെ വീടുകളിലൊക്കെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. ഒന്നാമത് ചെയ്യുന്ന കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വീടുകളിൽ എല്ലാം ഈ മതിലുകളിൽ അതുപോലെ വീടിനകത്തെ ഒക്കെ ഇത് അഴിഞ്ഞ് വന്ന് അത് വിഷപദാർത്ഥങ്ങൾ ഇതിൻ്റെ വിഷപദാർത്ഥങ്ങൾ കൊണ്ട് നമ്മളെ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കല്ലേ വളരെ ആരോഗ്യപരമായി ഭീഷണിയാകുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒച്ച ശല്യം ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റുള്ള അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിവിധിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ മറ്റ് കുടിവെള്ള സ്രോതസ്സുകൾ, അതുപോലെ തന്നെ ഈ ബോർവെൽ അടക്കമുള്ള ഈ കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ ഇത് കടന്നു കയറുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ അതിന് വ്യക്തമാക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രയാസം വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ കടന്നു കയറുന്നുണ്ട്. അതേപോലെ നമ്മളെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി ഞങ്ങൾക്ക് വേണം. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും പിന്നെ സർക്കാരിൻ്റെ തലത്തിലാണെങ്കിലും ആരോഗ്യ പ്രവർത്തകർ വന്ന് ഇതിനുള്ളൊരു പ്രതിവിധി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഒറ്റ ഒരു പ്രതിവിധിയിൽ ഉപ്പ് ഇട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കേൾക്കുള്ളൂ. അതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ആഫ്രിക്കൻ വെച്ച് കഴിഞ്ഞാൽ രാക്ഷ വെച്ച് ഭീമനെ വെച്ച് എന്നെല്ലാം പറയലുണ്ട്. ഇത് ആദ്യം ചിത്താരി കൊട്ടലങ്ങാട് ഭാഗത്ത് മലേഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നെല്ലാം മരം കൊണ്ടതുണ്ടായി മില്ലിൽ. ആ ഭാഗത്താണ് ഇപ്പോൾ ആദ്യം 2 കൊല്ലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൗവൽ പ്രദേശത്ത് വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മുട്ടയിട്ട് ഇങ്ങനെ പെരുകുകയാണ്. ഇത് ഓരോ മുട്ട 200 മുട്ട 1000 മുട്ടയിൽ ഇങ്ങനെ ഇടുന്നത് പെറ്റ് പെരുകയാണ്. മഴക്കാലത്താണ് കൂടുതൽ ഇതിൻ്റെ ശല്യം. മഴ കുറഞ്ഞതോടെ ഇത് മാലിന്യത്തിൽ ഒളിച്ച് നിൽക്കുന്നത്. മഴ പെയ്യുമ്പോൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. രാത്രിയാണ് ഇത് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. റോഡിലെല്ലാം ഇറങ്ങിയിട്ട് ചത്തിട്ട് ഭയങ്കര ദുർഗന്ധം അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള ആളുകളുടെ കുടിവെള്ളം പോലും മുട്ടിക്കുന്ന രീതിയിലാണ് ഒച്ചിന്റെ ശല്യമുള്ളത്. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.